നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ PV അൻവർ മത്സരിക്കുന്നത് എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. PV അൻവർ മത്സരിക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഇരു മുന്നണികൾക്കും ഉണ്ടാകാൻ പോകുന്നത്? ഗുണമുണ്ടാവുകയാണെങ്കിൽ അത് ഏത് മുന്നണിക്കായിരിക്കും, ദോഷമുണ്ടാവുകയാണെങ്കിൽ അത് ഏത് മുന്നണിക്കായിരിക്കും എന്ന രീതിയിലേക്കുള്ള ചില ഊഹാപോഹങ്ങളൊക്കെ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണല്ലോ BJPയുടെ പ്രവേശനം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവേശിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഗതികെട്ടാണ് അവരൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞുപിടിച്ച് കേരള കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതോടുകൂടി നിലവിലുള്ള BJPയെ കുറിച്ചുള്ള പൊതുസമൂഹത്തിലുള്ള അഭിപ്രായങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും അധികം പറ്റാവുകയില്ല. തലേ ദിവസം വരെ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരു മുൻനിര പ്രവർത്തകനെ വിളിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. പാർട്ടി അംഗത്വം പോലുമില്ല. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് രായിക്ക് രാമാനം സ്ഥാനാർത്ഥിയാക്കി താമര ചിഹ്നത്തിൽ അദ്ദേഹത്തെ ഗോദായിൽ ഇറക്കിയതിന്റെ ഉദ്ദേശം അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന വ്യാഖ്യാനവും ഒരു കാരണവശാലും പൊതുസമൂഹം ഉൾക്കൊള്ളുകയില്ല. അവരുടെ ദയനീയതയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണിപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.